നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. ലോക സംഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിനിർണായകമായ മാറ്റങ്ങൾ വളരെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഇന്നലെ വരെയും ലോകത്തെ അടുക്കി ഭരിച്ച അമേരിക്ക എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള രാജ്യത്തിൻ്റെ വൻവീഴ്ചയാണ് ലോകത്തിന് കാണാൻ കഴിയുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ചും ഭിന്നിപ്പിച്ചും അവരുടെ വസ്തുക്കൾ പിടിച്ചെടുത്തും കട്ടുപിടിച്ചും മുന്നോട്ട് പോയാണ് അമേരിക്ക ഇത്രയും കാലം നിലനിന്നത്. ലോകത്ത് യുദ്ധം നടക്കുന്നതിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ അതിനിർണായക പങ്കാണ് അമേരിക്ക തുടർന്നു പോകുന്നത്. എവിടെ യുദ്ധം ഉണ്ടായാലും അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്നുള്ള ആ ഒരു സത്യം ഇത് പൂർണ്ണമായും എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സേവ്യറിന് ശേഷം വീണ്ടും ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്ക് ബദലായി പുതിയൊരു ശക്തി രൂപം കൊള്ളുകയാണ്. വടക്കൻ കൊറിയ, റഷ്യ, ചൈന മുതലായ രാജ്യങ്ങൾ മുന്നോട്ട് വന്ന് ഒറ്റക്കെട്ടായി തന്നെ അമേരിക്കയുടെ ദുരിതം പോറുന്ന രാജ്യങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് ഒരു അമേരിക്ക വിരുദ്ധ സഖ്യം രൂപപ്പെടുകയാണ്. അതിലേറ്റവും നിർണായകമായത് ഇന്ത്യയും അതിൽ കൂടി പങ്കാളിയാന്നുള്ളതാണ്. വളരെയേറെ സ്വാഗതമായ ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയോടും സംഘപരിവാറിനോടും RSSനോടും നമുക്ക് തീരാത്ത അഭിപ്രായങ്ങളും അവരുടെ നിലപാടുകളിലും പ്രവൃത്തിയിലും ആ ഉള്ളൊരു വൈരുദ്ധ്യം നമുക്കിന്നും ഉണ്ട്. അത് മാറണമെങ്കിൽ RSSും മറ്റുള്ള സംഘപരിവാർ സേനയായിട്ടുള്ള ബന്ധം BJPയും നരേന്ദ്രമോദി അവസാനിപ്പിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും മറ്റും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും മറ്റും ലോകത്തിന് മുമ്പിൽ ഇത് ചർച്ചയാണ്. അതുകൊണ്ട് വിദേശ നയത്തിൽ അമേരിക്കയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഈ ശക്തിയുടെ കൂടെ കൂടിയതുകൊണ്ട് മാത്രം ഇന്ത്യ എന്ന രാജ്യത്തെ ഭരണാധികാരികൾ നല്ലവരാവുന്നില്ല. അവരുടെ കോപ്പറേറ്റീവ്വൽക്കരണവും അതുപോലെ തന്നെ സംഘപരിവാരാസന പോലുള്ള അവരുള്ള സമീപനങ്ങളിൽ മാറ്റം വരുത്തി തീരും. അതുകൊണ്ട് ഇന്ന് ലോകത്ത് മാറുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഈ വ്യവസ്ഥയിൽ ലോകത്തെല്ലാവരും അധികം പേരും വളരെ കരുതലോടെയാണ് ഈ നീക്കത്തെ കാണുന്നത്. സന്തോഷകരമായ ഒരു വാർത്തയാണത്. ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും തണലിൽ ഈ കാലം അത്രയും അടിമത്തത്തിന് കീഴിൽ നിന്ന പല രാജ്യങ്ങളും സ്വതന്ത്രമായി ഇന്ന് റഷ്യയോടും ചൈനയോടും അഭിമുഖം പുലർത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ ഒരു ഗുണങ്ങളും വികസനവും ആ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് ഇത്തരം ഭരണാധികാരികളെ അന്താരാഷ്ട്ര കോടതി മുഖാന്തരം വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള ഒരു തീരുമാനവും ഈ ശക്തികളുടെ ഭാഗത്തുണ്ടാവണം. എന്നാൽ മാത്രമാണ് ഈ അമേരിക്കൻ വിധചേരിക്ക് ലോകത്ത് ഒരു അംഗീകാരം കിട്ടാൻ കഴിയുന്നുള്ളൂ. പതിറ്റാണ്ടുകളായി പലസ്തീൻ ജനതയെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അത് ഒത്താശ ചെയ്യുന്ന അമേരിക്കയ്ക്കെതിരെയുള്ള ശക്തമായ
ഒരു നിലപാട്, പ്രത്യേകിച്ചും നെതിന്യാന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ഭീകരനെ വധശിക്ഷക്ക് വിധിക്കാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് ഈ പുതിയ ശക്തികൾ എത്തുമെന്നുള്ള വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അത് എത്ര അടിയന്തരമായി ആ തരത്തിൽ നീങ്ങുവാനും അതുപോലെ ദുരിതം അനുഭവിക്കുന്ന മറ്റു രാഷ്ട്രങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദരിദ്രങ്ങൾ മാറ്റാനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും മറ്റും നൽകാനും ആവശ്യമായ ഒരു കരുതലും ഈ പുതിയ ശക്തികളോട് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.